ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമ്മുടെ എസ് എ നോഡിൽ നിന്നാണ്. സോ എസ് എ നോഡിൽ നിന്നാണ് ഈ ഒരു പാത്വേ, കണ്ടക്ഷൻ പാത്വേയില് ഡിലേ ഉണ്ടാവുക ഇൻ ദ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. നോട് യൂഷ്വലി ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ള ഒരു സ്പീഡിലാണ്. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് സൗദി പ്രോമെട്രിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ, കാരണം ഈ സൗദി പ്രോമെട്രിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് നോർമൽ കാർഡിയക് ഫിസിയോളജി which component of the conduction pathway delays electrical impulses the most, allowing time for ventricular filling? കേട്ടോ, അപ്പം നമ്മുടെ കാർഡിയോളജിയിൽ നിന്നുള്ള കണ്ടക്ഷൻ സിസ്റ്റം അല്ലെ, കണ്ടക്ഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? അതിന്റെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എസ് എ നോഡ്, ഓപ്ഷൻ ബി എ ബി നോഡ്, ഓപ്ഷൻ സി ഹിസ് ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ്, ഓപ്ഷൻ ഡി പെർക്കൻജി ഫൈബേഴ്സ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാർട്ട് അല്ലെ, നോക്കിയേ ഹാർട്ട് ബീറ്റ് ചെയ്ത് നോക്കിയേ. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം എവിടെയാണ്? ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മീഡിയാസ്റ്റൈനൽ ക്യാവിറ്റിയിലാണ് അല്ലെ. അതായത് മീഡിയാസ്റ്റൈനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ 2 ലങ്സ് ഉണ്ട്, ലങ്സിന്റെ ഇടയ്ക്കായിട്ടാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിന്റെ കണ്ടക്ഷൻ സിസ്റ്റം ഒന്ന് നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അതായത് ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്യുക യൂഷ്വലി എസ് എ നോഡിൽ നിന്നാണ് അല്ലെ. എസ് എ നോഡിൽ നിന്നാണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്യുക. സോ അതിനുശേഷം ഈ ഇമ്പൾസസ് എങ്ങോട്ടാണ് വരിക? എസ് എ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് എ വി നോഡിലേക്ക് എത്തും അല്ലെ. നോക്കിയേ, എ വി നോഡിലേക്ക് എത്തും. സോ നമുക്ക് നോക്കാം. ആദ്യം നോക്കിയേ, ഇതാണ് നമ്മുടെ എസ് എ നോഡ് എന്ന് പറയുക. സോ എസ് എ നോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസ്, അതായത് എസ് എ നോഡിൽ നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയാറുണ്ട് അല്ലേ. സോ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസ് ഇവിടെ എ വി നോഡിലേക്ക് എത്തുന്നു. എ വി നോഡിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഇമ്പൾസസ് എങ്ങോട്ടാ പോവുക? അവിടെ നിന്ന് ഇമ്പൾസസ് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെ, നോക്കിയേ ഈ കാണുന്ന ഹിസ് ബണ്ടിൽ അല്ലെങ്കിൽ നോക്കിക്കേ ഈ ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇമ്പൾസസ് വീണ്ടും ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഈ പെർക്കൻജി ഫൈബേഴ്സിലേക്ക് കണ്ടോ, ഈ പെർക്കൻജി ഫൈബേഴ്സിലേക്ക് ഈ ഇമ്പൾസസ് പോകുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാർഡിയക് കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നമ്മൾ കണ്ടു ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമ്മുടെ എസ് എ നോഡിൽ നിന്നാണ്. സോ എസ് എ നോഡിൽ നിന്ന് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 60 to 100 കേട്ടോ, ഒരു 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റിലാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുക. നോക്കിയേ, എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇമ്പൾസ് എ വി നോഡിലേക്ക് വരുന്നു. ആ സമയം തന്നെ ഇത് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ എട്രിയം അവിടെ കൺട്രാക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. സോ കൺട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക? വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് വരുന്നു, വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നു അല്ലെ. സോ വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കി ഇപ്പൊ കാണാൻ പറ്റും, ഫില്ല് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ടൈം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡ് ഈ പൾമിനറി ആർട്ടറി കൂടെയും കൂടാതെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിൽ കൂടെയും മുകളിലേക്ക് ബ്ലഡ് പോവുക അല്ലെ. സോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് എ നോഡിൽ നിന്ന് നമ്മുടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, അത് എ ബി നോഡിൽ വരുന്നു. അവിടെ നിന്ന് ഈ ബണ്ടിൽ ഓഫ് ഹിസ് വഴിയാണ് താഴെ പെർക്കൻജി ഫൈബേഴ്സിലേക്ക് പോവാം. സോ എസ് എ നോഡ് യൂഷ്വലി ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ള ഒരു സ്പീഡിലാണ് എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുക. അതേസമയം എ വി നോഡ്സിൽ എത്തുമ്പോൾ അതിന് ചെറുതായിട്ടൊരു ഡിലേ വരുന്നു. ആ ഡിലേ ബേസിക്കലി എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ഈ എട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് വെൻട്രിക്കിൾസിലേക്ക് വരണം, അതുകൂടാതെ വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ചെറിയൊരു ടൈം ഡിലേ കൊടുക്കുന്നുണ്ട്. സോ ആ ടൈം ഡിലേ എന്ന് പറയുന്നത് ഒത്തിരി ഒന്നുമില്ല കേട്ടോ, അതായത് 0.1 സെക്കൻഡ് അല്ലെങ്കിൽ 100 മില്ലി സെക്കൻഡ് കേട്ടോ, 100 മില്ലി സെക്കൻഡ് ആണ് സാധാരണ കൊടുക്കുന്ന എ വി നോഡൽ ഡിലേ എന്ന് പറയുന്നത്. അപ്പൊ ഈ എ വി നോഡ് ഡിലേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് വെൻട്രിക്കിൾസിലേക്ക് വരാനും വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനും അപ്പൊ ആ ഒരു ചെറിയൊരു ടൈം ഡിലേ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? എ വി നോഡൽ ഡിലേ എന്ന് പറയുക. സോ ഇപ്പം ഏകദേശം അതിന്റെ ഒരു കണ്ടക്ഷൻ സിസ്റ്റവും നമ്മുടെ ഹാർട്ടിന്റെ ഒരു കണ്ടക്ഷൻ സിസ്റ്റവും അതുകൂടാതെ ഈ ഒരു എ വി നോഡൽ ഡിലേയും ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു പോകാം, എന്നിട്ട് നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. എവിടെയാണ് ഈ ഒരു പാത്വേ, കണ്ടക്ഷൻ പാത്വേയിൽ ഡിലേ ഉണ്ടാവുക ഇൻ ദ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു എസ് എ നോഡ് കണ്ടു, ഈ എ വി നോഡ് കണ്ടു, ബണ്ടിൽ ഓഫ് ഹിസ് കണ്ടു, പിന്നെ പെർക്കൻജി ഫൈബേഴ്സ് കണ്ടു അല്ലേ. സോ എവിടെയാണ് ആക്ച്വലി ഈ ഒരു ഡിലേ, കണ്ടക്ഷൻ പാത്വേയിൽ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാകുന്നത് എവിടെയാണ്? അതായത് നമ്മുടെ ഓപ്ഷൻ ബി എ വി നോഡാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. സോ ഈ രീതിയിലാണ് എന്താ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് ഏകദേശം ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സോ നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയിൽ നമ്മുടെ GCC കൺട്രീസിലേക്കുള്ള എല്ലാ ലൈസൻസ്ഡ് എക്സാംസിന്റെയും കോച്ചിങ് നടക്കുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക.
ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ്. നന്നായിട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. എക്സാംസിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.